എന്നിട്ട് നിൽക്കുന്ന ഇവൻ ഒരു പെണ്ണിനാ ബാംഗ്ലൂർ വെച്ചിട്ട് ഒരു പെണ്ണിനാ അങ്ങനെ തന്നെ കൈക്ക് പിടിച്ച് ഡോറിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക, കടി കയറിയിട്ട് കണ്ണ് കാണാണ്ടായിട്ട് ഇവന്. ഇത് ഇപ്പോഴേ മനസ്സിലാക്കുക, ഒരു നെഗോസിയേഷൻ ഇനി എനിക്കെതിരെ എന്തെങ്കിലും സാധനം എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് കൂടെ ഒരു പാടാണിത്. ഒരു നെഗോസിയേഷനും ഞാൻ തയ്യാറായിരിക്കില്ല. ഓക്കെ, പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന പൈസ, ഒരാൾക്ക് കിട്ടാൻ പോകുന്ന പൈസ 25,000 റുപ്യാണ് 2 മണിക്കൂറിൽ. അത് 4 ഓൾഡ് വോയിസോ ഇവൻ കിക്കിലപ്പോൾ ചെയ്യാൻ തുടങ്ങി. മുഖം ഞാൻ ചെറുതായിട്ട് ബ്ലർ ചെയ്തിട്ടുണ്ട്. മുഖം ബ്ലർ ചെയ്യാത്ത വേർഷൻ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, മുഖം ബ്ലർ ചെയ്തിട്ടുണ്ട്, സാമാനം ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവൻ പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട്, ഇത് നിങ്ങൾ കാണണം, പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട് പിള്ളേരെ സെക്സ്വലി അബ്യൂസ് ചെയ്യാം. ഓക്കെ, ഇവനും ഇത് അയച്ചിട്ടുള്ളത്, മമ്മും ഇത് അയച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ഇപ്പൊ കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ, കുറേ വീഡിയോസ് ഉണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുപോയിക്കോ. MRC ഗ്യാങ് എന്ന് പറഞ്ഞൊരു പേരും 40,000-40,000 രൂപ വാടക കൊടുത്തിട്ട് 2 നില വീടും സഞ്ചരിക്കാനായിട്ട് വില കൂടിയ 2 കാറുകളും അതിനകത്തൊരു 6-7 ആമ്പിള്ളേരും. പരിപാടി എന്തെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുണ്ടനടി, പരസ്പരം അങ്ങോട്ട് ഇടാ. പൈസ ഇത്രയുണ്ടല്ലോടാ, ഇവിടെ നിങ്ങളുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങൾ സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു സമയമല്ലേ. എന്നിട്ട് നിങ്ങൾ കൂടെ നിൽക്കുന്നതിനെ കുനിച്ചിറത്തി അവന്റെ കൊണ്ട് ഒരു അമിട്ട് വെച്ച് പൊട്ടിച്ചാൽ നടക്കത്തുള്ളെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. വീഡിയോ സഹിതം തെളിവ് സഹിതം പുറത്തുവിട്ടിരിക്കുന്നു. ഇതൊക്കെ എന്തിനാണ് തൊപ്പി എന്ന് പറയുന്ന വ്യക്തി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലടാ മക്കളെ. ഇതൊക്കെ ഇനി കണ്ട് നിനക്കും വിടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അയ്യോ ഒന്ന് ആലോചിച്ചു. ഓക്കെ, ഇനി ഇവന്റെയൊക്കെ മുഖത്തൂടെ എങ്ങനെ നോക്കൂടാ നമ്മൾ. ഇവൻ ഈ ലൈവിലൊക്കെ വരുമ്പം, ഈ ഷമീർ ലൈവ് വരുമ്പോഴത്തേക്കിന് ഈ മമ്മൂനെയോട് ഒന്നിച്ച് കാണുമ്പോഴത്തേക്കിന് ഷമീറിന്റെ ജോലി അല്ല മമ്മൂന്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷമീറിന് കൂടെ ഇരുന്നിട്ട് അയ്യോ എന്തൊക്കെയാടാ ഈ നാട്ടിൽ നടക്കുന്നത്. നിങ്ങൾ വലിയ ഫെയിം അല്ലായിരുന്നോ, ഭയങ്കര റീച്ച് അല്ലായിരുന്നോ? നിങ്ങളുടെ ഗ്യാങ് കണ്ടിട്ട് എത്രയോ ആൾക്കാർ അതുപോലൊരു ഗ്യാങ് രൂപീകരിക്കാനായിട്ട് ശ്രമിച്ചു. എന്റെ പൊന്നളിയന്മാരെ, ഗ്യാങ് രൂപീകരിക്കാൻ പോയാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവന്മാരുടെ ഗ്യാങ്ങിന്റെ ആ ഒരു ഒത്തൊരുമ എങ്ങനെയായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തിരുന്നുള്ളൊരു കാര്യം. അടി പിടി വെടി പോക, ഇതൊക്കെ തന്നെ. ഈ മമ്മൂ എന്ന് പറഞ്ഞതിന് വിദ്യാഭ്യാസം ഇല്ല, എഴുതാൻ അറിയത്തില്ല, വായിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷെ അവന് സമയം കമ്പിയാവാൻ അറിയാം കറക്റ്റായിട്ട്. ബാംഗ്ലൂരെ കണ്ട് പോയപ്പോഴത്തേന് ഏതോ ഒരു പെങ്കൊച്ചിനെ പിടിച്ച് വീട്ടിനകത്തോട്ട് കയറ്റാൻ, റൂമിനകത്തോട്ട് കയറ്റാനൊക്കെ പോയത്. വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനൊന്നും ഒരു കുഴപ്പം. ഇത് പ്രകൃതി നിയമം ഒന്നും കറക്റ്റായിട്ട് ഇങ്ങനെ കാണുമ്പോഴത്തേന് കമ്പിയാകുക എന്നുള്ള രീതി, അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കാണാം. ഇപ്പം ഇങ്ങനൊരു ഫ്രസ്ട്രേഷൻ, ഇങ്ങനൊരു കാര്യം ഉണ്ടാവാനായിട്ട് ഇടയുണ്ടായ സാഹചര്യം എന്താണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, കുറച്ച് മുന്നേ ഷമീർ, അതായത് ഇന്നലത്തെ ദിവസം ഷമീർ വന്നിട്ട് ഈ തൊപ്പിയേക്കളെ കുറ്റം പറഞ്ഞുകൊണ്ട് കുറേ അധികം വീഡിയോസ് ഇട്ടായിരുന്നു. അത് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗങ്ങൾ ഇരിപ്പുണ്ട്, ഞാൻ കാണിക്കാം. അതിനുശേഷം ഇന്നലെ വന്നിട്ട് തൊപ്പി വന്നിട്ട് യുവമാരുടെ കുറ്റങ്ങളും കുറവുകളും വിത്ത് തെളിവ് വീഡിയോഗ്രാഫി വരെ. ആരുടെ വീഡിയോ എടുത്തത്? ഇതൊക്കെ നിന്ന് വീഡിയോ പിടിച്ച് വെക്കാനായിട്ടുള്ള നിങ്ങളുടെ ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോടാ, അത് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്തായാലും തൊപ്പി കാണിച്ചപ്പം മുഖം ഒന്ന് ബ്ലർ ചെയ്ത് കാണിച്ചു, എന്നിട്ട് പറയാണ് ഞാൻ ബ്ലർ ചെയ്യാത്ത ഭാഗം നിങ്ങളത് ഇപ്പുറത്ത് കണ്ടില്ല, നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാമെന്ന്. ഇനിയിപ്പോൾ ഇതൊന്നും ആണെന്നൊന്നും ആർക്കും പറഞ്ഞുകൊണ്ട് വരാനായിട്ട് പറ്റത്തില്ല. ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവന്മാർക്ക് കിട്ടാവുന്ന സാധനം കൈ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇവന്മാർ വിചാരിച്ച രീതിയിലൊന്നും കാര്യങ്ങൾ നടന്നിട്ടില്ല. തൊപ്പിക്ക് എനിക്ക് തോന്നുന്നത് വെച്ചാൽ തൊപ്പിക്ക് ഒരു 1 കോടി രൂപ മാസം കിട്ടുന്നു. ഇവന്മാർക്ക് ചിലപ്പോൾ മാസം ഒരു 10 ലക്ഷം രൂപ താഴെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോഴത്തേക്ക് ഇവന്മാർക്ക് മറ്റേ ഈഗോ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ അടിച്ച് എന്നാൽ പിന്നെ മറ്റവനെ ഒന്ന് കുത്തി തറയിലിട്ടേക്കാം എന്നുള്ള രീതി മുന്നിലേക്ക് വന്ന് ആ ഒരു കാര്യമാണ് ഇന്ന് ഈ നിമിഷം ഇവിടം വരെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ തൊപ്പിയുടെ വലിയേട്ടൻ കളി ഇവന്മാർക്ക് അത്ര പിടിക്കുന്നില്ല. ഞങ്ങളെല്ലാവരും വലിയേട്ടനല്ലേ, ഇതേപോലെ നിൽക്കുമല്ലേ, ആ ഒരു രീതിയിലേക്ക് എത്തി. അതാണ് ഇപ്പൊ ഇവന്മാരുടെ നിലനിൽപ്പ്. ഇപ്പം അവസാനം ഒരു കൊളക്കുഴിക്കകത്ത് വന്ന് കിടക്കാനിടയുണ്ടായ സാഹചര്യം. വിത്ത് പ്രൂഫ് വീഡിയോസ് ഞാൻ പലതും ഇപ്പൊ കാണിച്ചത്. അത് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം. മമ്മു എൻ്റെ കൂടെ കൂടിയിട്ട് 2 വർഷമായി. ഓക്കെ, ഈ 2 വർഷത്തിൻ്റെ ഇടയിൽ എത്രയോ പൈസ ഞാൻ ഇവന് കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ പേ ആയിട്ടും ബൈ ഹാൻഡ് ആയിട്ടും സാധനങ്ങൾ മേടിച്ചു കൊടുത്തിട്ടായാലും ചെയ്തു കൊടുത്തിട്ടായാലും എത്രയോ പൈസ, എല്ലാത്തിനും പ്രൂഫ് ഞാൻ കാണിച്ചു. ഇതൊന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പ്രൂഫ് മൊത്തം ഞാൻ കാണിച്ചു. മമ്മൂന് ഞാൻ കൊടുത്ത പൈസ കയ്യും കണക്കുമില്ല. ഓക്കെ, പിന്നെ അവൻ്റെ വീട് പുതിയ ഓനക്കൊരു വീട് സെറ്റാക്കിയിട്ട് ആ വീട്ടിലേക്ക് അവൻ്റെ ഉമ്മാനെ താമസം മാറ്റാൻ ചിന്തിച്ചവനെ ഞാൻ പൊട്ടനായിരുന്നു ഞാൻ. അതിൻ്റെ അടുക്കാണ് 3 മാസം മുമ്പേ ഇവരെ മൊത്തത്തിലുള്ള ഇവരെ ടീമിൻ്റെ ഓപ്പറേഷൻ ഞാൻ പിടിച്ചത്. ഓക്കെ, പ്രൂഫ് ആദ്യം കാണിച്ചിട്ട് മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, അതായത് കഴിഞ്ഞ ദിവസം ഷമീറൊക്കെ ഇട്ട വീഡിയോക്കകത്ത് മമ്മൂന് 1 രൂപ പോലും ലഭിച്ചിട്ടില്ല, 5000 രൂപ താഴെയാണ് ലഭിക്കുന്നത്. ഇത്രയധികം കോടിക്കണക്കിന് രൂപ അവന് കിട്ടിയിട്ട് അതിന്റെ ഒരു ഭാഗം പോലും നമുക്ക് തരുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ അവൻ ഇനി വരുമ്പോൾ കുറെ ഗൂഗിൾ പേ ഒക്കെ കാണിക്കുമായിരിക്കും. അതൊക്കെ അവന് തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി മേടിക്കാനായിട്ട് അവൻ തരുന്ന പൈസകളാണെന്ന്. 15,000 രൂപയ്ക്ക് എവിടെടാ മോനെ അണ്ടിപ്പരിപ്പും മുന്തിരി നിനക്ക് മേടിക്കാൻ പോകുന്നത്? എത്രത്തോളം മേടിക്കാടാ എന്ന് ഇരുന്നങ്ങ് തിന്നു, തച്ചിനിട്ട് തിന്നുമല്ലോ. എന്നാൽ അതിന്റെ ഒരു 3-4 ഭാഗം നിങ്ങളും കൂടെ തിന്നുമായിരിക്കുമല്ലോ അല്ലേ? ബാക്കി നമുക്ക് കാണാം. ഇത് നമ്പർ ലീക്ക് ആയാലും കുറിച്ച് കുഴപ്പമില്ല. മമ്മൂൻ്റെ അക്കൗണ്ട് ഇത്. മമ്മൂൻ്റെ അക്കൗണ്ടിലേക്ക് ഇത്രയും കാലമായിട്ട് അയച്ചു കൊടുത്ത എല്ലാത്തിൻ്റെയും പൈസ ഓൻ പറഞ്ഞെന്താ ഇത്രയും കാലം ഒരുമിച്ച് വന്നിട്ട് 1 രൂപ പോലും അവന് കൊടുത്തില്ല. 1 രൂപ പോലും. എത്ര ലക്ഷം മൊത്തം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കൗണ്ട് ചെയ്തു. ഓക്കെ, ഇത് ഗൂഗിൾ പേ മാത്രമാണ്. എനിക്ക് 5-6 ഗൂഗിൾ പേ ഉണ്ട്. ഓക്കെ, അതിലൊന്ന് വേറെ ചേർത്തെ മറ്റേ ഫോൺ എടുത്തത്. അതിൻ്റെ ഗൂഗിൾ പേയും കൂടി ഒന്ന് മമ്മൂൻ്റെ ഒന്ന് തുറന്നിക്കണം. ഇതോ കണ്ടോ,
ഇടക്കിടക്കൊക്കെ ചെറിയ എമൗണ്ടുകളുണ്ട്. അത് അണ്ടിപ്പരിപ്പായിരിക്കും. അത്രയും സാധനങ്ങൾ കാണിക്കാനുണ്ട്, അത്രയും വലിയ എമൗണ്ട് ഉണ്ട്. അത് അവന്റെ അണ്ടിപ്പരിപ്പ്. അത്രയും കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഫേക്ക് ആണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഫേക്ക് ആണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാം. അല്ലെങ്കിൽ മമ്മൂന്റെ ഗൂഗിൾ പേ തുറന്നിട്ട് ഇത് കാണിക്കാൻ പറയാം. ഒറിജിനൽ, അതായത് ഇത് ഐഫോണിന്റെ ഗൂഗിൾ പേന്റെ ആപ്പാണ്. ഓക്കെ, ഗൂഗിൾ പേന്റെ ആപ്പാണ്. നമുക്കിത് ഫുള്ള് കാണിച്ചു വയ്ക്കട്ടെ, എന്നിട്ട് ഞാൻ റിപ്ലൈ തരാം. ഇതാ മമ്മൂന്റെ അക്കൗണ്ടാണ്. ഇത് ഫേക്ക് ആണെങ്കിൽ മമ്മൂന്റെ അത് കാണിച്ചാൽ ഇതാവുമല്ലോ. മമ്മൂന്റെ ഫോണ് തുറന്നിട്ട് ഇത് കാണിക്കട്ടെ. അല്ല, ഇനി മമ്മു ബേസിക്കലി എങ്ങനെ ഒരു ക്യാമറയുടെ മുന്നിൽ വന്ന് തുറന്ന് കാണിക്കും? എന്തെങ്കിലും തുറന്ന് കാണിക്കാൻ അവനെ കൊണ്ട് പറ്റുമോ? ഇനി എന്തൊക്കെയായിരുന്നു അപ്പുറത്തെ വീട്ടിലെ ചേച്ചി കുളിക്കാൻ തരാൻ കുളിമുറി കൂടെ ഞാൻ കുഞ്ഞിലെ ഒളിഞ്ഞു നോക്കിയിട്ട് അവൻ സത്യമായിരുന്നു പറഞ്ഞത്. അവൻ കടി. പക്ഷേ ഇപ്പോഴത്തെ ഒരു രീതി വെച്ചട്ടെ, അങ്ങനെ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി അല്ലായിരിക്കണമല്ലോ നിൽക്കേണ്ടത്, അവിടെ ഒരു ആൺകുട്ടി ആയിരിക്കും നിൽക്കേണ്ടത്. കള്ള കഴിവറ മക്കളെ. ഓക്കെ, ഇത് ഫേക്ക്. ഇത് വേറൊരു ഗൂഗിൾ പേ അക്കൗണ്ടാണ്. അത് മുഹമ്മദ് കേന്ന് കാണാം. ഫോക്കസ് ഇതാ മമ്മൂൻ്റെ അക്കൗണ്ട്. ഈ നമ്പർ മമ്മൂൻ്റെ അല്ലാന്ന് പറയാനില്ലല്ലോ. ഇതിന് മുന്നേ ഉള്ള വേറെ നമ്പർ ഉണ്ട്, എൻ്റെ ലീക്കായ നമ്പർ. ചില ആൾക്കാർക്ക് അറിയാം. ആ നമ്പറുള്ള ഗൂഗിൾ പേയിലും ഉണ്ടാവും. ഓക്കെ, ചെറുത് നോക്കണ്ട. എടാ, ഇവർക്ക് പൈസക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ 25 ഇത് ഇടക്കിടക്ക് ഓരോന്നും ഇങ്ങനെ മിസ്സായി പോകും, എനിക്കറിയില്ല. ഇവർക്ക് പൈസക്ക് ആവശ്യം വരില്ല, മനസ്സിലായോ? സാലറി പോയിട്ട് എന്ത് സാലറിനേക്കാളും എത്ര ഇരട്ടി ഇവർ കിട്ടുന്നതെന്നറിയോ? കയ്യിൽ ക്യാഷ് ആയിട്ടും ഗൂഗിൾ പേ ആയിട്ടും. ഇത് കുറെ ഉണ്ടല്ലേ. ഐ വിൽ ഷോ യു എവറിത്തിങ് ഓൺ ഹിസ് അക്കൗണ്ട്, കട്ട് ആക്സസ് നൗ. അങ്ങനെ പറഞ്ഞോ. ഇതാ കണ്ടല്ലോ ഈ 2 അക്കൗണ്ടിനാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഇനിയും അക്കൗണ്ടുകളുണ്ട്. ഓക്കെ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ നാളെ ചേർത്ത് വന്ന് കാണിച്ചു. കംപ്ലീറ്റ്ലി ട്രാൻസ്പെറന്റ് ആയിട്ട്, ഇതിൽ ഒന്നും മറച്ചു വെക്കാനില്ല. ഓക്കെ, ഫുള്ളി ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഒന്നും മറച്ചു വെക്കാനില്ല. ഒന്നും ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല. കാണാനുള്ളതൊക്കെ നമ്മൾ കണ്ട്, നീ ഒന്നും മറച്ചു വെക്കാതെ എല്ലാം കാണിക്കുകയും ചെയ്തു. കർമാന്നൊരു സാധനം കറങ്ങി അടിക്കുമെങ്കിൽ എല്ലാ അമ്മമാർക്ക് തിരിച്ച് കറങ്ങി അടിക്കുമെന്ന് പറയുന്നത്. ഇനി ഇന്നത്തെ എന്ത് കറങ്ങി അടിക്കാനാ? ഞാൻ ഇനിയും കാണിക്കാൻ പോകുന്ന 2-3 കാര്യങ്ങളെ കണ്ടു കഴിഞ്ഞ് ഇതിൽ കൂടുതൽ ഒരാണിന് കറങ്ങി അടിക്കാൻ വേറെ ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ജാസി പറയുന്നുണ്ടായിരുന്നു, ഒരു ആണിനൊരു മാനാഭിമാനമില്ലേ, അവനെ കൊണ്ട് ജട്ടി കഴിപ്പിക്കുന്ന ഒരു മാനാഭിമാനമില്ലേ, എങ്ങനെ നമുക്ക് മാനാഭിമാനം വിറ്റൂടെ ജീവിക്കാൻ കഴിയുമെന്നും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും നടത്തിയിട്ടായിരുന്നു ഇതിൻ്റെയൊക്കെ മാനാഭിമാനം തൊലിച്ചോണ്ട് ഞങ്ങളുടെ അടുത്തോട്ട് വന്നത്. അല്ല, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കേട്ടോ. ഷമീറിന്റെ ആ മുഖം നിങ്ങൾ അറിയണം. ഓക്കെ, ആ ഒരു മുഖം നിങ്ങൾ അറിയണം. ഞാൻ ഒരു കാര്യം പറഞ്ഞ ഇവനെ ഞാൻ റീച്ച് ആക്കിയതിന് ശേഷം ഇവന് ഗ്രീഡ് കയറി. ഇവൻ എന്നെക്കാളും മുകളിലേക്ക്, എന്നെക്കാളും പൈസ ഉണ്ടാക്കണം, എന്നെക്കാളും റീച്ച് ഉണ്ടാക്കണം എന്നുള്ള മൈൻഡ് ഇവൻ്റെ ഉള്ളിലേക്ക് കയറി. ഓക്കെ, വാട്ട് അബൌട്ട് ഷഡ്ഡിയോ? എടാ, ഓൻ എന്താ ഇന്നലെ പറഞ്ഞത്? ഷഡ്ഡി ഡാൻസ് ഞാൻ നിർബന്ധിച്ച് കളിപ്പിച്ചത്. ഞാൻ നിർബന്ധിച്ച് ഷഡ്ഡി ഡാൻസ് കളിപ്പിച്ചത്. എന്താ അല്ല, ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പ്രൂഫ് ചെയ്യുന്നുണ്ടല്ലോ. ഓൻ പറയുന്നതിന് എന്ത് പ്രൂഫുള്ളത്? ഓൻ ചെയ്ത എന്തെങ്കിലും കാര്യത്തിന് ഞാനിപ്പോൾ ഇത്രയും പ്രൂഫുകളായിട്ട് ഇരിക്കുന്നത്. ഓൻ സംസാരിച്ച എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു പ്രൂഫ് ആ ആഡ്സെൻസിന് ഇങ്ങനെ കാണിച്ചിട്ട് ഓക്കെ, അതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ല, അതിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 3 മാസം മുമ്പ് ഇവൻ 0-ൽ തുടങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവർ ഭയങ്കര ഈഗോവും എക്സ്ട്രീം അത്യാഗ്രഹമാണെന്ന് എനിക്കറിയാം. പണ്ട് മുതലേ എനിക്ക് അറിയുന്ന കാര്യം. ഓക്കെ, അല്ല, അതിന് മുന്നേ ഒരു കാര്യം, യൂട്യൂബ് ചാനലിൽ ലൈവിൻ്റെ കാര്യത്തിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയാം. ഈ ഷമീറിനെ ഞാൻ പരിചയപ്പെട്ടിട്ട് 12 വർഷമായി എന്ന് പറഞ്ഞല്ലോ. ഈ 12 വർഷം മുന്നേ ചെറുപ്പത്തിൽ ഞാൻ, ഷമീർ, ഫസൽ, മുനു, നമ്മളൊരു ഗ്യാങ് ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ അതിൽ ഇവൻ ഷമീർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അങ്ങനെയല്ല, നമ്മൾ എല്ലാവരും 5-6 പേര് ഒരുമിച്ചൊരു കൂട്ടം. ഓക്കെ, ഞാൻ ഈ ലൈവിൽ വന്നിട്ട് മുനുവിനെ പോലും ഞാൻ സൈഡാക്കി വെച്ചിട്ട് ഇവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉള്ളിലേക്ക് ഞാൻ ഇഞ്ചക്ട് ചെയ്തു. ഞാൻ ചെയ്ത തെറ്റുകൾ ഞാൻ കറക്റ്റ് പറഞ്ഞു. ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവന്മാരെ വളർത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവന്മാരെ വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ക്രിപ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഏതെങ്കിലും കയറി വന്ന് ഒരുത്തനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്യില്ല, ഒരിക്കലും അവനെ ഫോളോ ചെയ്യില്ല. അവൻ്റെ ബാക്കിൽ നിന്ന് പോലെ അവർക്ക് വ്യൂസോ, അവർക്ക് പൈസയോ, അവർക്ക് റീച്ചോ കൂടില്ല. അതെനിക്ക് അറിയുന്നുണ്ട്. അവൻ്റെ അത്രയും ആത്മാർത്ഥ സുഹൃത്താണ്. അവൻ ഒരിക്കലും തെറ്റിയില്ല, അവൻ ഒരിക്കലും ചതിക്കൂല. അത്രയും ബോണ്ടൊക്കെ ഫേക്ക് ചെയ്തിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അവൻ്റെ അടുത്തേക്ക് വ്യൂവർഷിപ്പ് ഞാൻ എത്തിച്ചു. അത് ഞാൻ ചെയ്ത് തെറ്റാണ്. ഓക്കെ, അത് ഞാൻ ചെയ്ത് തെറ്റാണ്. ഇവൻ പണ്ട് എൻ്റെ കൂടെ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവനൊരു പോക്ക് പോയി. ഇവന് കുറച്ച് പുതിയ ആൾക്കാരെ കിട്ടിയപ്പോൾ, ആരൊക്കെ കിട്ടിയപ്പോൾ എനിക്കറിയില്ല. അതിൻ്റെ ഇടയ്ക്കുള്ള കുറേ കഥകളുണ്ടാവും. ഒന്ന് കുറേ ലോങ്ങായി പോകും. ഇവൻ പോയി. പിന്നെ ഇവൻ പൊങ്ങുന്നത് ഞാൻ ഇതായതിന് ശേഷം, അതായത് ഞാൻ ഫേമസ് ആയതിനു ശേഷം ഇവൻ എൻ്റെ അടുത്തേക്ക് പിന്നെയും വരുന്നത്. ഓക്കെ, ഈ സാധനം ഒന്നും ഞാൻ ഷമീറിനെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ചെറുപ്പം മുതൽ ഇതേവരെ എൻ്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന കൂട്ടുകാരെന്നാണ്. ഓക്കെ, അങ്ങനെയല്ല. ഇത് ഞാൻ പറയേണ്ടി വരുന്നത് ഗൈസ്, ഈ ഷമീറിൻ്റെ ഫേസ് തുറന്ന് കാട്ടേണ്ടി വരുന്നത് ഇന്നലെ അവർ ചെയ്ത ആ പരിപാടിക്ക് കൊണ്ടാണ്. ഓക്കെ, 3 മാസം മുമ്പ് ഇവർ അത്രയും എൻ്റെ ഹാർട്ട് ബ്രേക്കിംഗ്, അത്രയും ഒരു ഹൊറിബിൾ ഒരു അനുഭവം എനിക്ക് തന്നിട്ട് പോയിട്ട് അതുവരെ ഞാൻ ക്ഷമിച്ചതാണ്. പക്ഷേ ഇന്നലെ വന്നിട്ട് പച്ച കള്ളങ്ങൾ ആ ലൈവ് മൊത്തം ഇരുന്ന് പറഞ്ഞുകൊണ്ട് മാത്രം എനിക്ക് എൻ്റെ നിരപരാധം തെളിയിക്കണം. അതിന് വേണ്ടി മാത്രമേ ഞാൻ ഇത് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ ഫേമസ് ആയതിനു ശേഷം ഇവൻ തിരിച്ച് കയറി. ഇവൻ എൻ്റെ കൈയും കാലും പിടിച്ചിട്ട് ഇവന് റീച്ച് ആവണം, ഇവന് പൈസ ഉണ്ടാക്കണം, ഇവന് ഗൾഫിലെ ജോലി ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഗൾഫിലെ ജോലി ചെയ്യാൻ പറ്റൂല.
പരസ്പരം ഇവനൊക്കെ തന്നെ സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കള്ളങ്ങൾ മാത്രമായിരുന്നു നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചുകൊടുക്കുന്നത്. CA-കാരനാണ്, സർട്ടിഫിക്കറ്റ് മറ്റേ ഇതിനകത്ത് എന്തോ ഫ്രെയിം ചെയ്ത് ഗ്ലാസിനുള്ളിൽ ചില്ലിട്ട് വെച്ചിരിക്കുകയാണ്, തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. സ്ക്രിപ്റ്റ് ചെയ്യാൻ ആൾക്കാരെ ചിരിപ്പിക്കുക, അതല്ല എന്റർടൈൻമെന്റിന്റെ ഭാഗം തന്നെയാണ്. അത് നടക്കാത്തതായിട്ട് എവിടെയില്ല. ഈവൻ നമ്മൾ 100 കോടി 150 കോടി 200 കോടിയൊക്കെ അടിച്ചു കൊടുക്കും സിനിമ, എന്തോ സ്ക്രിപ്റ്റ് ചെയ്തല്ലേ നമ്മളെ മുന്നോട്ട് വരുന്നത്, അത്രേ ഉള്ളൂ. അതൊക്കെ ആ രീതിയിൽ എന്റർടൈൻമെന്റ് ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി. അതിനുശേഷം സ്വന്തം ജീവിതത്തിലെ പല ഭാഗങ്ങളും അതൊരു സ്ക്രിപ്റ്റ് ആണ് എന്ന് പറഞ്ഞ് തുറന്നു കാണിക്കുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടും. ഇപ്പം ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് കൂടെ വന്ന കൂട്ടുകാരന് പിന്നെ അവന് മേളിൽ കയറണം വേണമെന്നുള്ളൊരു ചിന്ത തോന്നാത്ത ഇവിടെ ആയിട്ടുള്ള നാട്ടുകാർ ഈ നാട്ടിൽ ചുരുക്കമായിരിക്കും. അങ്ങനെ ചുരുക്കത്തിൽ പെടാത്ത ഒരാളായിരിക്കും ഈ ഷമീർ. അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വീണ്ടും അവന് മുകളിലേക്ക് കയറണം, പൈസ ഉണ്ടാക്കണം, ഒരാൾ റീച്ച് ആയപ്പോൾ വീണ്ടും അവന്റെ കൂടെ വരണം. ഇവ സഹായം ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് നമുക്കറിയാം, സഹായം ചെയ്തിട്ടുണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാത്തിനും പിടിച്ച് ലൈവിൽ കൊണ്ടുവന്നിരുത്തുകയും എല്ലാത്തിന്റെ മുഖത്തിന് ഒരു ഫെയിം വെച്ചു കൊടുത്തു. ഇതാണ് ഇവന്മാർക്ക് ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. തൊപ്പി എന്ന് പറഞ്ഞൊരു സാധനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു ഐഡന്റിറ്റി എല്ലാവരും ക്രിയേറ്റ് ചെയ്ത് വെച്ചു കൊടുത്തു. അത് മതിയായിരുന്നു. അവന്മാരെ കൊണ്ട് ജീവിക്കാനും മാസം 1 ലക്ഷം രൂപയെ പുറത്ത് വരുമാനം ഉണ്ടാക്കാനും അവന്മാർക്ക് അത് മാത്രം മതി. പക്ഷേ ഈ പറഞ്ഞത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്യാഗ്രഹം വളരെയധികം കൂടി. ഒരു സിനിമയിൽ എങ്ങനെയോ കാല് പിടിച്ച് കയറ്റിയപ്പോഴത്തേക്ക് അതിനകത്ത് പ്രൊഡ്യൂസർ വരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അവിടെ നിന്ന് പൈസ വീണ്ടും തോണ്ടിയെടുക്കാനായിട്ട് ശ്രമിച്ചു. അപ്പൊ ചെറിയ പരിപാടിയൊന്നുമല്ല ഈ ഗ്യാങ്ങിനുള്ളിലും ഗ്യാങ് ഹൗസിനുള്ളിലും ഇവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവന്മാരൊക്കെ എന്തൊക്കെ തന്തയില്ലായ്മ പിറപ്പുകേടും കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിഹാലെ നീ ഇതിനകത്ത് ഉത്തരവാദി തന്നെയാണ്. നീ തന്നെ മുന്നിൽ നിന്ന് ഇവന്മാരെ എല്ലാം കാണിച്ചു, ഇവന്മാരെ നല്ലതാണ്, ഇവന്മാർ പവിഴ കുറ്റികളാണ്, പുന്നാര മക്കളാണെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലേ. എന്നിട്ടൊരു തെറ്റ് വന്നപ്പോഴത്തേന് അവന്മാരെല്ലാം കുണ്ടന്മാരാണ്, അവന്മാരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞ അടിയാണ്, പിടിയാണ്, ഡ്രഗ്സ് യൂസ് ആണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് എന്ത് അർത്ഥമുള്ളത്? ഇതേ നല്ലവനാണെന്ന് പറഞ്ഞ സമയത്ത് തന്നെയാണല്ലോ ഇവന്മാർ കുണ്ടനടിയും ഡ്രഗ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നിനക്ക് പറയാൻ പറ്റിയിരുന്നല്ലോ ഈ കാര്യങ്ങളൊന്നും. നിനക്കെതിരെ വന്ന് പറഞ്ഞപ്പോഴാണ് നീ ഇതെല്ലാം കൂടെ എടുത്ത് പുറത്തു വിടുന്നത്. ഇവന് വേണ്ടതെല്ലാം ഞാൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവൻ ബാക്കിൽ നിന്ന് പണി തുടങ്ങി. മനസ്സിലാവും? ആദ്യം തന്നെ ഇവൻ പറഞ്ഞ കളവിൽ നമുക്ക് തുടങ്ങാം. അതായത് ഇവൻ അത്രയും കാലം സ്ട്രീം ചെയ്ത് 3-4 ലക്ഷം രൂപ ഞാൻ എടുത്തു. ഓക്കെ, എൻ്റെ അക്കൗണ്ടിലേക്കാണ് 3-4 ലക്ഷം രൂപ വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, 3-4 ലക്ഷം രൂപ ഇവൻ സ്ട്രീം ചെയ്യുന്നതിൻ്റെ പൈസ എൻ്റെ കയ്യിൽ വന്നുകൊണ്ടിരുന്നെന്ന് പറഞ്ഞല്ലോ. അത് ഞാൻ പറയാം. ഇവൻ 0 എന്ന് യൂട്യൂബിൽ തുടങ്ങുന്നത് ഇവന് ഭയങ്കര ബുദ്ധിമുട്ട്, ഇവന് ഭയങ്കര ഈഗോ ആണ്. അതുകൊണ്ട് എൻ്റെ ഒരു സെക്കൻഡ് ചാനലുണ്ട്, ഒരു 100K അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള, എത്രയാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, 80K 90K എത്ര എനിക്ക് ഓർമ്മയില്ല, 100K അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള എൻ്റെ സെക്കൻഡ് ചാനൽ പേര് മാറ്റിയിട്ട് ഞാൻ ഷമീറിന് കൊടുത്തു. അതിൽ എൻ്റെ അക്കൗണ്ടാണ് ആഡ് ആയിട്ടുള്ളത്, അതിൽ എൻ്റെ ആഡ്സെൻസും എൻ്റെ ബാങ്ക് അക്കൗണ്ടാണ് ആഡ് ആയിട്ടുള്ളത്. ആ സമയത്ത് ഞാൻ ഇവന് കൊടുത്തു. ഓക്കെ, ഇവൻ ലൈവ് ചെയ്യാൻ തുടങ്ങി. അതിൽ ഓൾറെഡി എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ഒരു റവന്യൂ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെ പ്രൂഫ്. ഓക്കെ, ഇതാണ് എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, വൺ ഓഫ് ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് ഒരുപാട് ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. അതിൽ ഈ ഷമീറിൻ്റെ ഇത് നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇന്നലെ ഷമീർ യൂട്യൂബിൽ അക്കൗണ്ട് കാണിച്ചല്ലോ, അതിൽ അക്കൗണ്ട് നമ്പർ നോക്കിയാൽ ഈ അക്കൗണ്ട് ആയിരിക്കും. ഓക്കെ, ഈ അക്കൗണ്ടിലേക്ക് 4 ലക്ഷം രൂപ വന്നെന്ന് പറഞ്ഞത്. ഓക്കെ, ഓൺ ലൈവ് ചെയ്ത 3-4 ലക്ഷം രൂപ എൻ്റെലേക്ക് വന്നെന്ന് പറഞ്ഞത്. ഓക്കെ, ഈ അക്കൗണ്ട് ഇത് വേണമെങ്കിൽ നാളെ ശരത്ത് ലൈവ് ചെയ്യുമ്പോൾ താഴെ ഞാൻ പിൻ ചെയ്തിട്ട് വല്ല PDF തൊപ്പിയുടെ കയ്യിലേക്ക് ഒരു അക്കൗണ്ട്, ഒരു യൂട്യൂബ് അക്കൗണ്ട് ഇങ്ങനെ ഒരുത്തന്നെ പേര് മാറ്റിയിട്ട് കൊടുത്ത് സ്ട്രീം ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേന് ഒബ്വിയസ്ലി അതിന്റെ അക്കൗണ്ട് അറിയാം തൊപ്പിയുടെ തന്നെ ആയിരിക്കും, ഐഡന്റിറ്റി തൊപ്പിയുടെ ആയിരിക്കും, ആധാർ കാർഡ് പാൻ ഉൾപ്പെടെ എല്ലാം തൊപ്പിയുടെ തന്നെ ആയിരിക്കും. അപ്പോൾ അവന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനായിട്ട് വരത്തുള്ളൂ. അത് അങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ. ഈ പറഞ്ഞ രീതിയിലുള്ള ക്യാഷ് ഇവന്റെ അക്കൗണ്ടിലോട്ട് തന്നെ ആയിരിക്കും വീണിരിക്കുന്നത്. ഇത് ആഡ് ചെയ്യാൻ പറ്റുന്ന പണിയാണ്. ഇതിന്റെ ലിങ്കോ അല്ലെങ്കിൽ ഇതിന്റെ ഫയലോ ഞാൻ അയച്ചുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഡെപ്പോസിറ്റ്, ഈ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്ന പൈസകൾ കാണിക്കാം. ഓക്കെ, ഈ $486. ഓക്കെ, ഒരു $486, അതായത് 43,000 രൂപ ഒരു പ്രാവശ്യം. പിന്നെ ഞാൻ പറഞ്ഞുതരാം, 29,000. ഇവർ 3 പേരും ഇവിടുന്ന് പോകാൻ കാരണം, ഇവർ 3 പേരല്ല, ഇവർ 4-5 പേര്, അഖിലിനടക്കം ഇവിടുത്തെ എഡിറ്ററിനടക്കം അവർ പൈസ കിട്ടുമെന്നുള്ള ഉറപ്പ് അവർക്ക് അത്രയും ഉറപ്പായിരുന്നു. എൻ്റെ അടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്താൽ, നെഗോഷിയേറ്റ് ചെയ്താൽ എത്ര ലക്ഷം ആണെങ്കിലും കിട്ടുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്ന് അവർക്കറിയാം. ഓക്കെ, എൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്നുള്ള ക്ലിയർ കട്ട് ഐഡിയ അവർക്കുണ്ട്. ക്ലിയർ കട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും അവർക്ക് ഒരു 10 ജീവിതകാലം ജീവിക്കാനുള്ളതിനേക്കാളും കൂടുതൽ എന്തെങ്കിലും ഉണ്ടെന്ന് അവർക്കറിയാം. പക്ഷേ അതിലും കൂടുതൽ എന്തെങ്കിലും ഉണ്ട്, അത് വേറെ കാര്യം. അത് ഉണ്ടടാ, കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയതാ. നിന്നൊന്നും പോലെ ബ്ലാക്ക്മെയിൽ. എടാ, നീ എന്താ പറയുന്നത്? ഇവർ ചെയ്ത പരിപാടി അറിയോ? ഇവർ പറയുന്നത് അറിയോ? ആദിലുണ്ടല്ലോ, 18 വയസ്സാകാത്ത ആദിൽ ഓനെ വെച്ചിട്ട് മുന്നിൽ നിന്ന് നെഗോഷിയേറ്റ് ചെയ്യുക, ബ്ലാക്ക്മെയിൽ ചെയ്യുക. ഞാൻ അവനെ അബ്യൂസ് ചെയ്തെന്ന് പറഞ്ഞ് നാളെ ഇറക്കുന്ന പറയുന്നത്. ഇതുവരെ അത് ഇറക്കില്ല, അത് ഇറക്കുന്ന പറയുന്നത്. മമ്മൂനെ ഞാൻ സെക്സ്വൽ അബ്യൂസ് ചെയ്തെന്ന്. ഞാൻ ഇവിടെ ഡ്രഗ്സ് കൊടുത്ത് ഡ്രഗ്സ് ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്തെന്ന്. ഞാൻ ഡ്രഗ്സ് ഇവന്മാരെ കാര്യമേ സത്യം പറഞ്ഞ വെറും ചെറ്റ പരിപാടികളാട്ടോ. പ്രായപൂർത്തിയാവാത്ത ചെറുക്കനെ അബ്യൂസ് ചെയ്തെന്ന് പറഞ്ഞ് ഇവരെ കൂട്ടുകാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നുകൊണ്ട് പൈസ പറ്റാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഓരോ പരിപാടി, ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തുവാടേ തോന്നുന്നത്? എക്സ്ട്രീം ലെവൽ ഓഫ് തന്തയില്ലായ്മ എന്നല്ലേ ഇതിന് പറയാനായിട്ട് സാധിക്കും. ഇതിനൊക്കെ കൂട്ടുകാരെന്ന് പറയാൻ സാധിക്കും. ഇവനെയൊക്കെ ഇടയിൽ വിശപ്പാമ്പിന് പാലൂട്ടി വളർത്തുന്നൊരു പരിപാടിയായിരുന്നല്ലോ ഇത്ര നാൾ കാണിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവനെ ബ്ലാക്ക്മെയിൽ ചെയ്യുമെന്ന് പറയുന്നു, ഇവൻ തിരിച്ച് ഇവന്മാരുടെ ബ്ലാക്ക്മെയിൽ പറയുന്നതിന് മുമ്പ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യേണ്ടാതിരിക്കുന്നതിനായിട്ട് കാണിക്കാനുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് പുറത്ത് വിടുന്നു. നിക്കറൊക്കെ ഊരിയാൻ കിടക്കുക, മമ്മു അത് എടുക്കാനായിട്ട് നിൽക്കുന്നു.
ഇനിയിപ്പോ ഇവന്മാരെ കാണുമ്പോ എങ്ങനെ ഫീൽ ചെയ്യൂടാ നമുക്ക്? മൺഡേ 25 മെയ്, ഓക്കെ, മൺഡേ 25 മെയ്യിൽ ഇവൻ അയച്ച ഓഡിയോ അവൻ അത് ഡിലീറ്റ് ഫോർ എവരി വൺ അടിച്ച്, ഓക്കെ, ഡിലീറ്റ് ഫോർ എവരി വൺ. 25 മെയ്യിൽ ഇവൻ അയച്ച ഓഡിയോ ആണത്, ഓക്കെ. ഇതിന് ശേഷമുള്ള ഒരാഴ്ച മുമ്പുള്ള സാധനമുണ്ട്, ഓക്കെ, ഒരാഴ്ച മമ്മൂൻ്റെ വോയിസിലുണ്ട്, ഓക്കെ. 25 മെയ്ക്ക് ഇവൻ അയച്ച ഓഡിയോ ഇവൻ ഡിലീറ്റ് ചെയ്ത്, അത് ഞാൻ ഓൾറെഡി ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓക്കെ. ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുള്ള സാധനമായിരുന്നു, ഓക്കെ. സൗണ്ടോ ഷമീറിൻ്റെ സൗണ്ട് ഓക്കെ. അപ്പോൾ ഫുൾ ഓഡിയോ കേട്ടാലോ, നമുക്ക് ഫുൾ ഓഡിയോ കേട്ടാലോ ഗൈസ്. 6 മിനിറ്റിന്റെ റിയൽ ഓഡിയോ ഞാൻ യു എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോർവേഡ് ചെയ്തിടാൻ പറ്റും. ഇതിൽ ഞാൻ ഫോർവേഡ് ചെയ്തിട്ടാണ്. നീ അത് ഞങ്ങൾക്ക് ഒരു കാര്യം പറയുള്ളൂ. ഞാൻ 2-3 ദിവസമായി കിക്ക് ലൈവ് ചെയ്യുന്നു. നമുക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ എന്നോട് പറയാം. ലൈവിൽ ഒരു 2 മണിക്കൂർ ലൈവ് ചെയ്താൽ ഇതുണ്ടോ 26 മെയ്, അതായത് 25 മെയ്ക്ക് മെസ്സേജ് അയച്ച് അന്ന് രാത്രി തന്നെ 12 മണി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ ഫോർവേഡ് ചെയ്തിട്ടാ, യു എന്ന് പറഞ്ഞിട്ട് എൻ്റെ തന്നെ ഫോർവേഡ് ചെയ്തിട്ടാ, ഓക്കെ. ഈ കിക്ക് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന പൈസ, ഒരാൾക്ക് കിട്ടാൻ പോകുന്ന പൈസ 25,000 റുപ്യാണ് 2 മണിക്കൂറിൽ. അത് 4 ഓൾഡ് വോയിസോ ഇവൻ കിക്കിലപ്പോൾ ചെയ്യാൻ തുടങ്ങി. ആലോചിക്കും ഇവൻ എപ്പോൾ കിക്കിൽ ഡേറ്റ് എല്ലാം ആലോചിക്കും. ഫോർവേഡ് ടുഡേ, അതായത് കട്ട് ചെയ്തിട്ട് ഇന്ന് ഫോർവേഡ് ചെയ്തു. അതായത് 26 മെയ്ക്ക് ഇത് നോക്ക് ഇതാണ് വോയിസ്. 26 മെയ്ക്ക് ഫോർവേഡ് ചെയ്ത സാധനം ഇന്ന് എനിക്ക് ഇതിന് കറക്റ്റ് ആവശ്യമുള്ള സാധനം കട്ട് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ കട്ട് ചെയ്ത സാധനം ഫോർവേഡ് ചെയ്തിട്ടു, ഓക്കെ. ഇത് ഈ ഫുൾ ഓഡിയോ കേൾപ്പിക്കാന്ന് പറഞ്ഞാൽ ഇവന്റെ ഇത് ഞാൻ ഇതിൽ പ്ലേ ചെയ്യാൻ വേണ്ടി ഇവൻ പ്രശ്നമുള്ള ആള്, എന്നോട് ഇത്രയും പ്രശ്നമുള്ള ആള് എന്തിനാണ് എന്നോട് സെന്റിമെന്റലായിട്ട് സംസാരിക്കുന്നത്, തിരിച്ച് എൻ്റെ കയറാനും ഇവർ പല രീതി നോക്കി. എടാ നെഗോഷിയേറ്റ് ചെയ്ത് എൻ്റെ ഇന്ന് പൈസ കിട്ടൂലെന്ന് ഉറപ്പായപ്പോൾ എല്ലാം മറന്നിട്ട് ഞാൻ തിരിച്ച് ഇവരെ കൂടെ ആവണം, പഴയ പോലെ ആവണം. ഞാനുള്ള കാര്യം പറയാം, ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട്. പക്ഷെ നീ സത്യം മനസ്സിലാക്കി നിന്നെ വിറ്റ് പ്ലേ ചെയ്യണം. ഞാൻ ഇതിൽ ഫുള്ളായിട്ട് കേൾപ്പിച്ച് ഇവൻ കള്ളു കുടിച്ചതും ഇവന്റെ കഞ്ചാവും ഇതെല്ലാം ഞാൻ ഒരു കാര്യം പറയട്ടെ, അല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങ് വലിച്ച് കീറിയാലോ, മൊത്തത്തിൽ ഇവൻ ആത്മഹത്യ കേട്ടോ അല്ല, മൊത്തം ഇവന്റെ എല്ലാം പുറത്താക്കട്ടെ കഴിച്ച്, ഞാൻ എല്ലാം പുറത്താക്കട്ടെ, തീർക്കട്ടെ. ഞാൻ ഇവിടെ മുതലാണ് ഈ കഥ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്ന ഭാഗമായിരിക്കും നിങ്ങൾ ഈ കാണാനായിട്ട് പോകുന്നത്, കേട്ടോ. തീർക്കട്ടെ. ഞാൻ 3 മാസം മുമ്പ് ഇവിടുത്തെ ഗ്യാങ് ഒഴിഞ്ഞ് പോകാനുള്ള കാരണം ഞാൻ പറയട്ടെ. ഡ്രഗ്സ് ഒരിക്കലും ഞാൻ ടോളറേറ്റ് ചെയ്യാത്തൊരു കാര്യം. ഡ്രഗ്സ് എൻ്റെ വീട്ടിൽ ഞാൻ അറിയാണ്ട് കയറ്റി പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തു. പൊലയാടി മോനെ, നിന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ നീട്ടിൽ ഇഷ്യൂ വന്നിട്ടുള്ളൂ. ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യിപ്പിച്ചാൽ അത് എൻ്റെ തലയിലിരിക്കും. എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അത്രയും അമർച്ചമുണ്ട്, ഓക്കെ. 3 മാസം പൊട്ടനാണോടാ? ഇപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇപ്പൊ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ തല വരും. അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ തല വരത്തില്ലെന്നാണ് നീ പറയുന്നത്. ഒരു മര്യാദയൊക്കെ വേണ്ടേ സംസാരിക്കുന്നതിന് എടുക്കുന്നതിനൊക്കെ? ആൾക്കാർ ഇതൊക്കെ കാണും, നമ്മൾ ചോറ് കഴിക്കുന്ന ആൾക്കാരല്ലേ ഇതൊക്കെ കാണുന്നത്. ഈ വീട്ടില് ഡ്രഗ്സ് കയറ്റി, ഓക്കെ, ഡ്രഗ്സ് കയറ്റിട്ട് പിള്ളേർക്കും ഡ്രഗ്സ് കൊടുത്തിട്ട് എന്താ പരിപാടി? എടാ ഇവര് എന്റെ തലയിലേക്ക് ഇടാൻ പോകുന്ന സാധനം, അതായത് എന്റെ കേസായിട്ട് എന്നെ ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, മമ്മൂനെ ഞാൻ പീഡിപ്പിച്ചു, ഇതെല്ലാം ഇവൻ ചെയ്യുന്ന കാര്യങ്ങളാ. ഇവൻ എന്ത് ചെയ്തെന്നറിയോ? ഇവൻ ഡ്രഗ്സ് കൊടുത്തിട്ട് ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിന്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, ഇത് എത്ര ആൾക്കാർ ഫേക്ക്. ഓക്കെ, ഞാൻ പറയുന്നത് കളവാണെങ്കിൽ ഞാൻ ഓപ്പൺ ചാലഞ്ച് ആട്ടെ. ഞാൻ ഡ്രഗ്സ് എന്ന് പറയുന്നുണ്ടല്ലോ, എൻ്റെ ഓപ്പണായിട്ട് ഞാൻ ചലഞ്ച് ചെയ്യാം. ലൈവായിട്ട് ഞാൻ പോയിട്ട് എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ബ്ലഡിൽ ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇതാക്കാൻ പറ്റും, അല്ലേ, ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓന് ഒരിക്കലും ഇത് തയ്യാറാവില്ല, ഓക്കെ, ഒരിക്കലും. അങ്ങനെയാണെങ്കിൽ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഓനോട് ഡ്രഗ് ടെസ്റ്റിന് തയ്യാറായിട്ട് വരാൻ പറയാം. ഞാൻ ഓപ്പൺ ചാലഞ്ച് വിളിക്കാം, ഡ്രഗ് ടെസ്റ്റിന് ഓപ്പണായിട്ട് മുന്നിൽ വാ, ഓക്കെ. അത് പറയുമ്പോൾ എനിക്ക് ഉള്ള പോലെ ഒരു കാര്യം എന്ന് പറയണം. എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ആൽക്കഹോൾ ഉണ്ടാവും, ഓക്കെ. ഞാൻ പല ബിസിനസ് മീറ്റിംഗ് എടുക്കുന്നതാണ്. പല ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഞാൻ എല്ലാവരും ഒരു വിസ്കി ചെറിയൊരു പെഗ് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ, ഞാൻ മാത്രം അതിൽ മാറിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഡാർക്ക്. ഞാൻ കുറേ പ്രാവശ്യം ഇഗ്നോർ ചെയ്തു, പക്ഷേ ഇടയ്ക്ക് എനിക്ക് കുടിക്കേണ്ട വന്നു. ശരിയാണ്, ഒരു തുള്ളി കുറച്ച് എനിക്ക് കുടിക്കേണ്ട വന്നു ഇടയ്ക്ക്, ഓക്കെ. അതും ഞാൻ കുടിയാനോ അങ്ങനെ ഇരുന്ന് അങ്ങനെയൊന്നുമല്ല, ഓക്കെ. എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു നോക്കാം, അതിൽ എന്തായാലും ആൽക്കഹോൾ ഉണ്ടാവും. അതല്ലാണ്ട് വേറൊരു സാധനം ഉണ്ടാവും മോനെ, ഷമീറിൻ്റെ ആളുകൾ എല്ലാവർക്കും ടെസ്റ്റ് ചെയ്യാൻ പറ. എന്നിട്ട് അതിൽ ഡ്രഗിൻ്റെ അംശമില്ലെങ്കിൽ ഞാനിത് നിർത്തിയിട്ട് പോകും. ഞാൻ കള്ളൻ നിങ്ങൾ പറയുന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും, ഓക്കെ. വീഡിയോ കാണിക്കാം. ഞാൻ പറയുന്നത് ചാവട്ടെ, എല്ലാം ചാവട്ടെ. ആ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇവന്മാർ ഇതെപ്പെങ്കിലും പുറത്ത് വിടേണ്ട വന്നു കഴിഞ്ഞാൽ ഇവന്മാർ എന്ത് കൊണ്ടല്ലോ മുഖം ഞാൻ ചെറുതായിട്ട് ബ്ലർ ചെയ്തിട്ടുണ്ട്. മുഖം ബ്ലർ ചെയ്യാത്ത വേർഷൻ എൻ്റെ കയ്യിലുണ്ട്, ഓക്കെ. മുഖം ബ്ലർ ചെയ്തിട്ടുണ്ട്, സാമാനം ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട്, ഓക്കെ. ഇവൻ പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട്, ഇത് നിങ്ങൾ കാണണം, പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട് പിള്ളേരെ സെക്സ്വലി അബ്യൂസ് ചെയ്യാം, ഓക്കെ. ഇവനും ഇത് അയച്ചിട്ടുള്ളത്, മമ്മും ഇത് അയച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ, കുറേ വീഡിയോസ് ഉണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുപോയിക്കോ. മുഖം ബ്ലർ ചെയ്ത് കാണിക്കണം, മുഖം ബ്ലർ ചെയ്യാത്ത കാണിച്ചു കഴിഞ്ഞാൽ മോനെ ഇത് എഡിറ്റ് ചെയ്ത് മൊത്തം ഇതിലും ഭേദം അവന്മാരുടെ നിറകുന്നതിൽ ഒരു തേങ്ങ അടിച്ച് നാക്കിക്കൊണ്ട് ഒരു ശൂലവും കയറ്റിട്ട് അങ്ങ് ഇറക്കി വിടുന്നതായിരുന്നു. ഇനി ഇതിന്റെ ഭവിഷ്യത്തായിട്ട് അവന്മാര് പോയിട്ട് എന്തെങ്കിലും ചെയ്യുകയോ എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാലോ അതപ്പോ നിന്റെ പേരിൽ ഭരിച്ചിട്ടായിരിക്കും, അല്ലേ മോനെ? അല്ല, അമ്മാരത് ചെയ്യാനൊന്നും പോകുന്നില്ല, അത് വേറൊരു കാര്യം. അവന്മാര് കൂട്ടമായിട്ട് പ്ലാൻ ചെയ്ത് വലിയൊരു ടാർഗറ്റ് ആയിരുന്നു. ആ ടാർഗറ്റ് കിട്ടാത്തതിന്റെ നിരാശ കാണും, തിരിച്ച് പണി കിട്ടും, അത് ഏതെങ്കിലും വഴി പണി കിട്ടും. ഇനിയിപ്പം ഇവന്റെ വല്ല കുണ്ടനടി ആയിരിക്കും എടുത്ത് പുറത്ത് കൊണ്ടുവരാൻ പോകുന്നത്. കാരണം ഇവനുമായിട്ട് നേരത്തെ ഒരു പെണ്ണ് റിലേഷനിൽ ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം ഫെയിം ആയിട്ട് നിൽക്കുന്ന ഒരു പെണ്ണ്, ഭയങ്കര തട്ടിപ്പും വെട്ടിപ്പൊക്കെ ആയിരുന്നു പറഞ്ഞ് എല്ലാവരും എക്സ്പോസ് ചെയ്യുന്ന അവസാനം സ്വയമേ എക്സ്പോസ് ആയപ്പോൾ ഒരു സെക്ഷൽ മാനിയാക്ക്. ആ മാനിയാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവന് പെണ്ണുങ്ങളെക്കാട്ടിലും കൂടുതൽ ഇൻട്രസ്റ്റ് ആണുങ്ങളെ ആയിരുന്നു, ഇപ്പം ഭയങ്കര ഒരു ബൈ ആയിരുന്നു എന്ന്
തൊപ്പിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അങ്ങനെയുള്ള ഐറ്റം കാണാമായിരിക്കും ഇപ്പം മിക്കവാറും. ബ്ലർ ചെയ്ത് വെച്ചതാണ്. ഇതാരാന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിന്റെ അല്ലല്ല, ഈ വീഡിയോ ഇറങ്ങി ഓമെന്ന് പറയട്ടെ, ഇത് ഞാനല്ല, ആ ബ്ലർ ചെയ്ത് വേറെ ആയിരുന്നു മുഖം എന്ന് പറയട്ടെ. അപ്പം ഞാൻ മുഖം ബ്ലറില്ലാത്ത ഞാൻ ഇതാക്കാം. അതാരായിരിക്കും? ഇങ്ങനൊരു ദിവസം ഒരിക്കലും വരല്ലേന്ന് ആഗ്രഹിച്ചാടാ. ഈ നാറികൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാടാ. ഇപ്പത്തിരിക്കുന്ന ആരാന്ന് കണ്ടോ? കണ്ടല്ലോ, ഇപ്പത്തിരിക്കുന്ന ആരാന്ന് കണ്ടല്ലോ. അതിന്റെ ബാക്കി ഒരു സാധനം മോനെ. മോശം മോശം മോശം. ഇവനേക്ക് ഇനി ടി വി കാണുമ്പോഴത്തേക്കിന് അല്ല സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കിന് എന്ത് തോന്നും? അതിനകത്ത് മമ്മൂട്ടി ചവിട്ടി പിതിച്ചാടാ നീ. അതിന്റെ ബാക്കി ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ ബാക്കി ഇവിടെ കാണിച്ച മതിയോ? ബ്ലർ മതിയോ? അത് ബ്ലർ ഇല്ലാത്ത വേണോ? ഇവിടെ ബ്ലർ ചെയ്തത്, ഇവിടെ നിങ്ങൾക്ക് ഫോൾഡർ കാണാൻ പറ്റും. ബ്ലർ ചെയ്തത്, ഇത് ബ്ലർ ചെയ്യാത്തത്. ഇതൊന്ന് സൂം ചെയ്ത് നോക്കി അവൻ്റെ മുഖം കാണാം. ബ്ലർ ചെയ്യാത്ത കാണിക്കണോ? അവൻ്റെ ജീവിതം പോകും. ഇത് കഴിഞ്ഞിട്ട് എന്താ അറിയോ? ഇതിന്റെ ബാക്കി എന്താ അറിയോ? മമ്മു ബ്ലോ ചെയ്യുക ഇവൻ മമ്മുനെ കൊണ്ട് ഇവനെ ബ്ലോ ചെയ്യിപ്പിക്കുക. ഇവിടെ 3 മാസം ഞാൻ ഒരു കാര്യം പറ്റേ, ഇത് ഞാൻ ആദ്യമായിട്ടാണ്, ഇത് 3 മാസം മുമ്പ് ഞാൻ കണ്ടതാണ്. ഓക്കെ, അതിനുശേഷം ആ ഷോക്കിൽ ഞാൻ 3 മാസത്തോളം ഞാൻ ഇതെല്ലാം അനുഭവിച്ച് തീർത്തത്. എൻ്റെ മെൻ്റൽ ട്രോമ നിങ്ങൾ ആലോചിച്ച് നോക്കണം. എൻ്റെ വീട്ടിൽ ഡ്രഗ്സ് കയറ്റി, എൻ്റെ പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട്, എൻ്റെ പിള്ളേരെന്ന് പറയാൻ പറ്റില്ലടാ, എല്ലാം ഒരുമിച്ച് വിഷം കുത്തിയതാ. മനസ്സിലാ? ഓക്കെ, ഇല്ല ബ്ലർ ചെയ്യാത്ത ഫയൽ ഇപ്പം കാണിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം, നാളെ ശരത്ത് ലൈവ് ചെയ്യും. ഷമീർ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ. അളിയാ, എന്തൊക്കെയാടാ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്? നീ മാത്രം ആ വീട്ടിൽ അറിഞ്ഞില്ല, ബാക്കി എല്ലാ അവന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാടാ കുത്തിത്തിരിപ്പ്, അടി പിടി വെടി വയലെടുപ്പും കാര്യങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നതെന്ന്. ഇതൊക്കെ നമ്മൾ ഇനിയും കണ്ട് നീ പറഞ്ഞതിനകത്ത് എല്ലാം ക്ലാരിഫിക്കേഷൻ വ്യക്തമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കണമില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നീ എന്തായാലും ഒരു വീടെടുത്ത് അവർക്ക് കൊടുത്ത് അവന്മാരുടെ കുറച്ച് കടികൾ തീർക്കാൻ വേണ്ടിയിട്ട് അത് എന്തായാലും നല്ലൊരു കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനി സാമ്പത്തികമായിട്ടൊരു സിനിമയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല, അതൊന്ന് കാണാം. ഒരംശം പോലും എടാ എനിക്കറിയാം, എനിക്ക് ക്യാമറയുടെ മുന്നിൽ നിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ പറ്റും ഐ എം എ ജെന്യൂൻ പേഴ്സൺ. മനസ്സിലായി? ഞാൻ ആരെയും ചതിച്ചിട്ടില്ല, ആരെയും ചതിക്കാണ്ട് ഇതാക്കാണ്ടാണ് ഞാൻ ഇത്രയും പേര് എത്തിയത്. മനസ്സിലാ? നിന്നെല്ലാം പോലെ ഒന്നിച്ച് ഇത്രയും ഊട്ടി വളർത്തിയ അന്നം തന്ന കൈക്ക് കൊത്തിയിട്ട് വേഷം തന്ന് കൊന്ന എൻ്റെ ഇൻസ്റ്റാ കൊണ്ട് അടിച്ച് കളയാൻ ഇവർ ഏറ്റവും വലിയ ലക്ഷ്യം. അതിന്റെ കോട്ടക്കൂടെ ഉണ്ട് കേട്ടോ. അത് അല്ല കേൾപ്പിക്കാം. ആ നിന്റെ കഴിഞ്ഞോ? ജാസിന്റെ കേസ് ഞാൻ പറഞ്ഞത് ആദ്യം മുതലേ. മമ്മുന്റെ സാലറിന്റെ പ്രൂഫ് ഉണ്ടല്ലോ. ജാസിന്റെ കേസ് പറഞ്ഞത്, ജാസി ഇവിടെ വരുമ്പോൾ ജാസി പറഞ്ഞാൽ എനിക്ക് 5 പൈസ ഇടുന്ന വേണ്ട, എനിക്ക് ഇടുന്ന് ഞാൻ പ്രൊമോഷൻ ചെയ്ത് പൈസ ഉണ്ടാക്കിക്കോളാം. ഞാൻ പ്രൊമോഷൻ ചെയ്ത്, അതായത് ഇവൻ ആ സമയത്ത് മാസം പ്രൊമോഷൻ ചെയ്തിട്ട് 50,000-60,000 ഉണ്ടാക്കും. അത്ര കറക്റ്റ് എനിക്ക് അറിയില്ല. എന്തായാലും 50,000 മുകളിൽ ഉണ്ടാക്കും. ഒരു പ്രൊമോഷൻ 10,000 അങ്ങനെ 15,000 അങ്ങനെ എന്തോ കറക്റ്റ് 10,000 അറൗണ്ട് ഉണ്ടാവും. ഓക്കെ, ഒരു മാസം 5-6 പ്രൊമോഷൻ ചെയ്താൽ തന്നെ ആഴ്ചയിൽ ഒന്നിട്ടാൽ തന്നെ പൈസ. അപ്പം ഞാൻ ഇവന് കൊടുക്കേണ്ട സാലറി ഇവൻ പ്രൊമോഷൻ ചെയ്ത് ഉണ്ടാക്കിക്കോളാം. ഓക്കെ, പിന്നെ ഇവന് ഇടുന്ന വലിയൊരു എക്സ്പോസർ കിട്ടുക. 0 ഫോളോവേഴ്സിൽ വന്നിട്ട് ഇപ്പോൾ എത്രയൊക്കെ ആയി, അത്രയും എക്സ്പോസർ കിട്ടുക. ഓക്കെ, സാലറിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ലൈവിൽ എല്ലാവർക്കും സാലറി ഉണ്ട്. ഇതിന് കറക്റ്റായിട്ട് ഓരോ രീതി ഉണ്ടെന്നാലും പറയുന്നത് നമ്മളെ ഗ്യാങ്ങിൻ്റെ ഒരു സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതെല്ലാം സ്ക്രിപ്റ്റിൻ്റെ ഭാഗം. മനസ്സിലാവും? ഇപ്പോൾ ആദ്യം എൻ്റെ കസിനാന്ന് പറഞ്ഞത് ആ റീച്ചിന് വേണ്ട ഓനെ കയറ്റിക്കൊണ്ടുവരാനാ. ഷമീറാൻ്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്താന്ന് പറഞ്ഞത് ഓനെ കയറ്റിക്കൊണ്ടുവരാനാ. അതുള്ള ഒരു കാര്യം സത്യമാണ്. വലിയൊരു റീച്ചായിരുന്നു മാർക്കെല്ലാം കിട്ടിയത്. ആ റീച്ച് മതിയാകുന്ന ജീവിക്കാൻ. ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് അവരുടെ വീട്ടിൽ പോയി അവരുടെ വീട്ടിലൊന്ന് സ്ട്രീം ചെയ്യാനോ അവരുടേതായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ജീവിക്കാനായിട്ട് അവർ ഒറ്റ ഫെയിം മതിയായിരുന്നു. ആ ഒരു ഫെയിം ഇല്ല നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഈ ഒരു സാധനത്തിന് അത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതൊരിക്കലും നമുക്കില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ നമുക്ക് മാറ്റി നിർത്താനൊന്നും കഴിയുന്ന കാര്യമൊന്നുമല്ല. അങ്ങനെ ഞാൻ പറഞ്ഞ ഈ ബാസ്ക്കറ്റ് എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി തൊട്ടപ്പുറത്ത് ആ വാഷിംഗ് മെഷീനിലേക്ക്, ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിലേക്ക് അങ്ങ് ഇടണം. ഇതാണ് ജോലി. ഇതാണ് ഷഡ്ഡി കഴുകിച്ചെന്ന് പറഞ്ഞത്. ഇത് ആൾക്കാർ കേൾക്കുമ്പോൾ എന്താ ചിന്തിക്കുന്നത്? എൻ്റെ ഷഡ്ഡി ഞാൻ ഇങ്ങനെ തന്നെ ഊരിട്ടേ കഴുകാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുത്തിട്ട് കല്ലിൽ, മറ്റേ പണ്ടത്തെ ഇതുപോലെ കല്ലിൽ ഇങ്ങനെ ഉരച്ച് കഴിപ്പിക്കുന്നത് അല്ലേ? എടാ, ഒരു വീടാകുമ്പോൾ ഒരു ഹോസ്റ്റലാകുമ്പോൾ എങ്ങനെയാ? എടാ, ഇവിടുത്തെ പണികൾ ആര് ചെയ്യും? ഇവിടെ 10 ആൾക്കാർ വെറുതെ ഇരിക്കുന്നുണ്ട്. പിന്നെ പുറത്തുനിന്ന് സർവൻസിനെ ഞാൻ എടുക്കണം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് മാറി പണികൾ ചെയ്യും. ഓക്കെ, തീരെ പണിയില്ലാത്ത ആൾക്കാർ ഇങ്ങനെയുള്ള പണികൾ ചെയ്യും. ഓക്കെ, മെയിനായിട്ടുള്ള പണികൾ ഇവിടെ ചെയ്യുന്നത് മുനുവും റാംബോവും വൻസൂർക്കും ഇങ്ങനെ കുറേ ആൾക്കാർ, പേര് പറയാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, ഇവർക്കെല്ലാം ജോലികളുണ്ട്, മെയിനായിട്ടുള്ള ജോലികളുണ്ട്, മീറ്റിംഗ്സും കാര്യങ്ങളും ഫൈനാൻഷ്യൽ ഇതെല്ലാം നോക്കണം. ഈ മമ്മു മണ്ഡലം ഇതിൽ ഏൽപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ ഇവിടെയുള്ള ബാക്കിയുള്ള ജോലികൾ ഇതൊക്കെയാ. മനസ്സിലായോ? നീ ഷഡ്ഡി ആയിട്ട് നിന്റെ ജോലിയാടാ നായിന്റെ പോലെ. നിന്റെ ജോലിയാണത്. നിന്നെ ഇത്രയും കാലം തീറ്റി പോയിട്ട് ഇത്ര പൈസ എൻ്റെ കൊണ്ടുപോയടാ നീ. എന്നാ പറയടാ, നീ ഞാൻ എൻ്റെ കയ്യിൽ വാങ്ങിയ പൈസയുടെ കണക്ക് നീ പറയണം. ഞാൻ കണക്ക് വെച്ചിട്ടില്ല. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. മനസ്സിലായി? ഈ ഗൂഗിൾ പേ ഉള്ളതുകൊണ്ട് ഇതിന്റെ കണക്ക് കിട്ടി, 2 അക്കൗണ്ട് കണക്ക് കിട്ടി, വേറെ അക്കൗണ്ട് കണക്ക് കിട്ടിയില്ല. അത് കിട്ടണം. ഞാൻ കയ്യിൽ നിൽക്ക് തന്നതിന്റെ കണക്ക് നിനക്ക് പറയാൻ പറ്റൂടാ ലൈവില്? കുറച്ചെങ്കിലും നാണന്മാരുണ്ടെങ്കിൽ പറയടാ. സംഭവം ഇത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പിയുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കെല്ലാം അവരുടേതായ റോളുണ്ട്. ആ റോളിന് ഒത്ത പൈസ ഇവൻ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് പൈസ കൊടുക്കുമ്പോഴത്തേക്കിന് അവരുടെ റോള് കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവൻ അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇവൻ അവിടെ എന്തെങ്കിലും എടുത്തു പറയും. അത് സംഭവം ഇവനൊരു പക്ക ബിസിനസ് മാൻ എന്ന രീതിയിലായിരുന്നു ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ സാധനത്തിലൂടെ ഒരു ടീം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അത് അത്യന്തമായ കാര്യം. അതിനകത്ത് ഇവർ കിട്ടിയത് 70 മാത്രമായിരിക്കും. കാരണം ബാക്കി ഒരു കാര്യത്തിൽ ഇവനെ ഇന്റർഫിയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇവനെ ഈ പറയുന്ന മറ്റുള്ള പല കാര്യങ്ങളും കാര്യപ്രാപ്തി ഇല്ലെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും ഇവനിങ്ങനെയുള്ള അലക്ക്, അത് ലോണ്ടറി വിഭാഗത്തിലേക്ക് ഇവനേക്ക് മാറ്റി.
മാറ്റിയപ്പോഴത്തേക്കിന് ഇവൻ നോക്കിയപ്പോഴത്തേക്ക് ഇവൻ കുഞ്ഞിലെ മുതലേ ഇവന്റെ കൂടെ വന്ന് ഞാൻ നിന്നതല്ലേ, എന്നെ അനിയനായിട്ട് കൊണ്ടുനടന്നല്ലേ, അനിയനെ കൊണ്ടാണ് ഇവിടെ ജട്ടി കഴിപ്പിക്കുന്നത് ഒരു തോന്നൽ ഇവന് ഫീൽ ക്രിയേറ്റ് ആയി. ആ ഫീൽ ക്രിയേറ്റ് ആയതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു എക്സ്പോഷൻ തൊപ്പിക്ക് തന്നെ ഇവരായിട്ട് തന്നെ എടുത്ത് കൊടുക്കാനിടയുണ്ടായതെന്ന് ഇത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അടുത്തത് പറയാം, 2 മെസ്സാണ്, 2 മെസ്സാണ്. ഇവിടെ എത്ര ചെലവ് എന്നറിയടാ? ഒരു മാസം ഏതോ ഒരു മാസം 1 ലക്ഷത്തിന് മുകളിൽ പോയി ഫുഡിന് മാത്രം. ഞാൻ ഫുഡൊന്നും ഒരിക്കലും ഞാൻ കണക്ക് പറയേണ്ട ചോദിച്ചാൽ ഞാൻ കാര്യം പറയാം. ഇവിടുത്തെ മൊത്തം ചിലവ് എത്ര ലക്ഷം രൂപയെന്ന് അറിയോ? സാലറി മാത്രം ഇത്ര ലക്ഷം. ഇത് മൊത്തം എല്ലാം കൂടിയിട്ട് മനസ്സിലായി. ഈ വീട് നടത്തി, ഈ ഗ്യാങ് ഹൗസ് നടത്തിക്കൊണ്ട് പോകാനുള്ള ചിലവ് നിങ്ങൾക്ക് അറിയോ? എന്നിട്ട് പറയാ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. ആരാണോ പറയുന്നത്? എല്ലാം കഴിഞ്ഞു. ഫുഡൊക്കെ നിരത്തി വെച്ചിട്ടാണ് പ്ലേറ്റില്. ഞാൻ കേട്ടില്ല ഇതിന്റെ എല്ലാം ഓഡിയോ. എനിക്കിപ്പോൾ ഇതെല്ലാം ഇത് വന്നെങ്കിൽ നീ ഫോണിലേക്ക് അയക്കും. ഇതിൽ ക്ലിയർ ആയിട്ട് കേൾക്കാം. ഇതിൽ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ നാളെ നീ ലൈവ്, ഞാൻ പറയട്ടെ, ബാക്കിയുള്ള പ്രൂഫുകളെല്ലാം നീ നാളെ ലൈവ് വരുമ്പോൾ നിരത്തി കൊടുക്കും. നല്ല ക്ലിയർ ഓഡിയോയിൽ കേൾപ്പിച്ച് കൊടുക്കട്ടെ. അത് പറയുന്നുണ്ടല്ലോ, കഴിഞ്ഞ 6 മാസമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫുഡെല്ലാം ആക്കുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല. മനസ്സിലാവും? എല്ലാവർക്കും ഇഷ്ടമുള്ള ഫുഡും ഇഷ്ടമുള്ള രീതിയിൽ പോക്കും ട്രാവലും ഡ്രസ്സ്. ഒരു മാസം ഡ്രസ്സിന്റെ ചിലവ് അറിയോ? ചില സമയത്ത് പ്രൊമോഷൻ എന്ന് പറഞ്ഞ് ഇതാക്കിയിട്ട് ഓരോ ഇങ്ങട് അല്ല വലിയ ബ്രാൻഡഡ് ഇങ്ങട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രാൻഡാണ്. അവിടെ ഒരു ഷർട്ടും പാൻറ്റും എടുത്താൽ 5000 ആവും. 5000 6000 ഒരു ഷർട്ടും പാൻറ്റും എടുത്താൽ 5000 6000 1000 ആവുന്ന സ്ഥലം. അങ്ങനത്തെ സ്ഥലത്ത് നിങ്ങൾ കാസർഗോഡിയൻ ഇങ്ങട് പിന്നെ അങ്ങനത്തെ സ്ഥലങ്ങളിൽ മാത്രമേ ഡ്രസ്സ് എടുക്കുള്ളൂ. മനസ്സിലാവും? ചിലയിടത്തുനിന്ന് പ്രൊമോഷൻ കിട്ടും. എല്ലാത്തിനും പൈസ കൊടുത്ത് ഒരു ഷോപ്പിങ്ങിന് പോയാണ്ടല്ലോ. ഇവന്റെ ഷെമീറിന്റെ ഇത് ഷെമീർ 3-4 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ കയറിയെന്ന് പറഞ്ഞതിന്റെ റിയൽ നിങ്ങൾ കണ്ടല്ലോ, 29,000 രൂപ കയറിയത്. ഞാൻ ഇപ്പോൾ ഒരു ഫണ്ണി കാര്യമാണ്. ഒരു ദിവസം നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ട് വെറുതെ ഷോപ്പിങ്ങിന് പോയിട്ട് ഇറങ്ങി 29,000 30,000 രൂപ ബില്ലാവും. ആ പൈസയാണ് ഇവൻ പറഞ്ഞത്. അതുപോലെ മോത്തേക്ക് ഞാൻ വിളിച്ച് എറിഞ്ഞു കൊടുത്ത പൈസ. മനസ്സിലാവും? ആ പൈസ എൻ്റെ അക്കൗണ്ടിൽ അറിയാണ്ട് കയറിപ്പോയിനാണ് 3-4 ലക്ഷം രൂപ ഞാൻ ഇത്രയും കാലം സ്ട്രീം ചെയ്ത പൈസ എല്ലാം അതിൽ കയറിയെന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ഒരു ചെലവോടുകൂടി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു തൊപ്പിയുടെ കുണ്ടനടി കുടുംബം. ആ ഒരു കുണ്ടനടി കുടുംബത്തിൽ ഒരു വിള്ളൽ ഉണ്ടാവുകയും തൊപ്പിയുടെ സിനിമയും കാര്യങ്ങളും നോക്കി പോയപ്പോഴത്തേക്കിന് 19 ലക്ഷം രൂപ ചെലവാക്കി ഒരു മാസം ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് പെട്ടെന്ന് ഒരു 1 ലക്ഷത്തിനുള്ളിലേക്ക് ചെലവ് വന്നപ്പോഴത്തേക്കിന് സഹിക്കാൻ പറ്റിയില്ല. ആ സഹിക്കാൻ പറ്റാത്തപ്പോൾ എന്തോ പറ്റി, എനിക്ക് കൂടുതൽ പൈസ വേണം, അപ്പോൾ ആരെങ്കിലേക്ക് ഒന്ന് ബ്ലാക്ക് മെയിൽ ചെയ്തേ പറ്റത്തുള്ളൂ. ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഇവർക്കിടയിലുള്ള ഏറ്റവും വലിയ സ്വർണ്ണ കനി ആരാന്ന് ചോദിച്ചാൽ അത് നിഹാദ് തന്നെ. നിഹാദിന്റെ ഇപ്പോൾ ഫെയിം വെച്ച് നോക്കുമ്പോഴത്തേന് അവൻ ചിലപ്പോൾ കുറച്ച് പൈസ നമുക്ക് കൂടുതൽ തന്നേക്കാം. അത് വെച്ച് നമുക്ക് എല്ലാവർക്കും വളരാൻ, നമുക്ക് വലിയൊരു ഗ്യാങ് ഹൗസ് ഉണ്ടാക്കാം, നമ്മൾ നമ്മുടേതായ ഒരു എക്സ്പോഷൻ കിടിലമായിട്ട് ഉണ്ടാക്കാം എന്നൊരു സ്ക്രിപ്റ്റ് ഇവർ വ്യക്തമായിട്ട് തയ്യാറാക്കി ഇവന്റെ മുന്നിലേക്ക് ചെല്ലുന്നു. ആ സ്ക്രിപ്റ്റ് അടപടലം മൂഞ്ചിച്ച് വിടുകയും ഇവന്റെ കയ്യിലുള്ള തെളിവുകളും വോയിസ് റെക്കോർഡിങ്ങും സഹിതം വിത്ത് വീഡിയോ വീഡിയോ സഹിതം എല്ലാം പുറത്തു വിട്ട് അടപടലം പൂട്ടിച്ച്. ഇനിയിപ്പോ ഇവനെയൊക്കെ സ്ട്രീമിൽ കാണുമ്പോഴത്തേക്ക് നാണം ഉണ്ടോ? എന്നിട്ട് പോടാ ഊച്ചാളികളെ, കുറെ എണ്ണ ഇറങ്ങിയേക്കോ തൊലി എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഇതൊക്കെ എന്ത് ഇൻഫ്ലുവൻസ് ആടാ? ഇത് ആർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നു? ഇതൊക്കെ ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? പോ കളഞ്ഞിട്ടെ വേറെ വല്ല പണിക്കും പോ.